Hi friends, welcome back to my channel ROOPESH Tech Zone. മച്ചമാരെ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ അധികം പേരും മൊബൈൽ ഫോണിൽ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നമ്മൾ മൊബൈൽ ഫോണിൽ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ മൊബൈൽ ഫോൺ ക്യാമറയിൽ മാനുവൽ പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്, എന്താണ് നമുക്ക് ഇതുകൊണ്ടുള്ള ഉപകാരം എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ DSLR ക്യാമറയിൽ എടുക്കുന്ന അതേ ക്വാളിറ്റിയിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിപ്പോൾ മൊബൈൽ ഫോൺ ക്യാമറ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് മാനുവൽ ഓപ്ഷൻ ഒന്ന് എടുക്കാം. ഞാനിപ്പോൾ മാനുവൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ധാരാളം ഓപ്ഷൻസ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ ആയിട്ട് സാധിക്കും. ഇത് വൈറ്റ് ബാലൻസ് ആണ് ഇപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്യുന്നത്. ഇത് ധാരാളം ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ കസ്റ്റമായിട്ട് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ. നമുക്ക് വേണ്ടത്ര വൈറ്റ് ബാലൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റ് ബാലൻസ് ഓട്ടോമാറ്റിക് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് F എന്ന് എഴുതിയ ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഗൈസ്, ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓട്ടോ ഫോക്കസ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റ്, ഈ ഒരു പൂവ് മാത്രമാണ് ഫോക്കസ് ആയിരിക്കുന്നത്. ഈ ഒരു വാല്യൂ നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് നിങ്ങൾ കാണാൻ സാധിക്കും ഫോക്കസ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മാക്രോ ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു കിടിലൻ ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മാനുവൽ പറയുന്ന ഒരു ഓപ്ഷൻ. നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പൂവ് മുഴുവനായിട്ട് ബ്ലറായിരിക്കുകയാണ്. ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിലാണ്. ഗൈസ്, DSLR ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുന്ന അതേപോലെ തന്നെ മൊബൈൽ ക്യാമറയിലും ഫോട്ടോസ് എടുക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ മാനുവൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഫോക്കസ് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഈ ലൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു S എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇപ്പോൾ കാണാൻ സാധിക്കും ഓട്ടോ എന്ന ഈ ഒരു ഓപ്ഷനിലാണ് കിടക്കുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ക്യാമറയുടെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഗൈസ്, ഞാനിപ്പോൾ ഈ ഒരു പൂവിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ലൈറ്റ് മാറുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തത്. ഗൈസ്, ഷട്ടർ എന്ന ഈ ഒരു ഓപ്ഷനിലെ വാല്യൂ, അതായത് S എന്ന് കാണിക്കുന്ന ഈ ഒരു വാല്യൂ നിങ്ങളുടെ ഇഷ്ടാനുസരണം സെറ്റ് ചെയ്യുക. അതിനുശേഷം ISO എന്ന് കാണുന്ന ഇതിലെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഫോട്ടോയുടെ ലൈറ്റ് ക്രമീകരിക്കാനായിട്ട് സാധിക്കുക. ഇപ്പോൾ ഞാൻ ISO സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഫോട്ടോ നൈറ്റിൽ ഫോട്ടോ എടുത്തതുപോലെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഫോട്ടോയുടെ ലൈറ്റും കൂടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഫോട്ടോ ഹൈ ലൈറ്റാണ് വന്നിരിക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്കൊന്ന് നോക്കാം. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് അടിപൊളി ഫോട്ടോസാണ് എടുത്തിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിടിലം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനി ഒരു അടുത്ത കിടിലം വീഡിയോയുമായിട്ട് കാണാൻ ഞാൻ ROOPESH സൈനിങ് ഔട്ട്.